അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ റഷ്യൻ സ്റ്റേറ്റ് മീഡിയയ്ക്ക് അമേരിക്കയുടെ വിലക്ക്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക വിലക്ക് പ്രഖ്യാപിച്ചത്. നവംബറിൽ നടത്തുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഷ്യൻ മാധ്യമങ്ങളുടെ ഇടപെടൽ നടക്കുന്നുവെന്ന് ആരോപിച്ചാണ് അമേരിക്കയുടെ നടപടി. പിന്നാലെ റഷ്യ ടുഡേ, റോസിയ, സെഗോഡ്നിയ തുടങ്ങിയ റഷ്യൻ സ്റ്റേറ്റ് മീഡിയ നെറ്റ്വർക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മെറ്റയും. ഓൺലൈനിൽ രഹസ്യ സ്വാധീന പ്രവർത്തനങ്ങൾ നടത്താൻ റഷ്യൻ മാധ്യമ നെറ്റ്വർക്കുകൾ വഞ്ചനാപരമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചുവെന്നാണ് മെറ്റയുടെ കണ്ടെത്തൽ. സൂക്ഷ്മ അവലോകനത്തിന് ശേഷം റഷ്യൻ സ്റ്റേറ്റ് മീഡിയയ്ക്കെതിരായ നടപടികൾ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. റോസിയ, സെഗോഡ്നിയ, റഷ്യ ടുഡേ എന്നിവയെയും അനുബന്ധ സ്ഥാപനങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ എല്ലാ ആപ്പുകളിൽ നിന്നും നിരോധിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് മെറ്റ പ്രസ്താവനയിൽ പറയുന്നത്. നിരോധനം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നടപ്പിലാക്കുമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ത്രെഡ് എന്നിവയെയും ഇത് ബാധിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. വിശദീകരണത്തിനായുള്ള വാർത്താ ഏജൻസി റോയിറ്റേഴ്സിൻ്റെ അഭ്യർത്ഥനയ്ക്ക് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. പരസ്യങ്ങൾ നിയന്ത്രിക്കുക, പോസ്റ്റുകളുടെ റീച്ച് കുറയ്ക്കുക തുടങ്ങിയ നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെയാണ് റഷ്യൻ സർക്കാർ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ കടുത്ത നടപടി മെറ്റ സ്വീകരിച്ചിരിക്കുന്നത്. 2024 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് ആർടിക്കെതിരായ പ്രധാന ആരോപണം. ആർടിയിലെ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ US കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം കേസെടുത്തിരുന്നു. US തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും വിധത്തിൽ ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കാൻ US കമ്പനി ഉപയോഗിച്ചു എന്ന ആരോപണത്തിലായിരുന്നു നടപടി. റഷ്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഭാഗമായാണ് ആർടി പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വെള്ളിയാഴ്ച ആർടിക്കെതിരെ പുതിയ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളെ വിഭജിക്കാനും നിയന്ത്രിക്കാനും റഷ്യ തെറ്റായ വിവരങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് ആന്റണി ബ്ലിങ്കൻ ആരോപിച്ചു. മറ്റൊരു റഷ്യൻ സ്റ്റേറ്റ് മീഡിയ കമ്പനിയായ റോസിയ, സെഗോഡ്നിയയുമായി ബന്ധമുള്ള 3 ഗ്രൂപ്പുകൾക്കും US ട്രഷറി ഉപരോധം ഏർപ്പെടുത്തുമെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന വീഡിയോകൾ സൃഷ്ടിക്കാൻ ഏകദേശം $10 മില്യൺ നൽകിയെന്ന വാർത്തയെ തുടർന്നാണ് ഈ തീരുമാനം. സ്നൈപ്പർ റൈഫിളുകൾ, ഡ്രോണുകൾ, റേഡിയോകൾ, മറ്റ് സാധനങ്ങൾ എന്നിവയുൾപ്പെടെ യുക്രൈനിലെ റഷ്യൻ സൈനികർക്ക് ആയുധങ്ങൾക്കും മറ്റു ഉപകരണങ്ങൾക്കുമായി ആർടി പണം സ്വരൂപിച്ചതായി ആന്റണി ആരോപിച്ചു.